നമസ്കാരം, ലീജ ആൾ ഇൻ വൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നെല്ലിക്ക ഉപ്പിലിട്ടതാണ്. പല രീതിയിലും നമ്മൾ ഈ ഒരു നെല്ലിക്ക അച്ചാർ തയ്യാറാക്കാറുണ്ട്. എങ്കിലും ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് പഴയ കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ ചെയ്തുകൊണ്ട് ഇരുന്ന ഒരു രീതിയാണ്. ഈ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ നാച്ചുറലായിട്ടുള്ളൊരു ടേസ്റ്റും ആയിരിക്കും. നമ്മുടെ നെല്ലിക്ക എത്ര ദിവസം ഇരുന്നാലും കേടാവുകയില്ല. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു അച്ചാർ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കിലോ നെല്ലിക്ക കഴുകി വൃത്തിയാക്കി തുടച്ചു വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ എരിവിനനുസരിച്ച് ഒരു 12 നല്ല വലുപ്പമുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതിപ്പം നെടുകെ കീറി കൊടുക്കണം. വേണമെങ്കിൽ അരിഞ്ഞിടാം. ഞാനിപ്പോൾ ഇവിടെ കത്തി കൊണ്ട് ഇതുപോലെ നെടുകെ കീറി കൊടുക്കുവാണ്. എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഒരു കുപ്പിയും കൂടെ നമ്മൾ നേരത്തെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി മാറ്റി വെക്കണം. നല്ല അടപ്പും ഉണ്ടാവണം. ഒരുപാട് ലൂസായിട്ടുള്ള അടപ്പൊന്നും എടുക്കാൻ പാടില്ല. നല്ല ടൈറ്റായിട്ടുള്ള ഒരു അടപ്പും കൂടെ എടുത്ത് വെക്കുക. ഇനി സ്റ്റൗ ഓണാക്കി ഒരു 3/4 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം നല്ല വലുപ്പമുള്ളൊരു ഗ്ലാസ്സിനാണെങ്കിൽ ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നെല്ലിക്ക ചേർത്ത് കൊടുക്കുവാണ്. മുഴുവൻ നെല്ലിക്കയും ചേർത്ത് കൊടുക്കാം. ഒരിക്കലും ഈ വെള്ളം തിളച്ചു പോകാൻ പാടില്ല. ഇപ്പോഴാണെങ്കിൽ കൈ ഇട്ടാൽ നമ്മുടെ കൈ ജസ്റ്റ് ഒന്ന് ചൂടാവും. ആ ഒരു രീതിയിലുള്ള ചൂട് മാത്രമേ ഈ വെള്ളത്തിനുള്ളൂ. ഞാനിപ്പോൾ ഫുൾ ഫ്ലെയിം വെച്ചിരിക്കുവാണ്. ഇനിയിപ്പം ഇടയ്ക്ക് വെച്ച് തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. താഴെയുള്ള നെല്ലിക്ക മുകളിലേക്ക് വരക്കത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ നെല്ലിക്കായുടെ വേവ് ഒരേ രീതിയിലായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, അടിയിൽ നിന്നൊരു തിള വരുന്നുണ്ട്. ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നെല്ലിക്ക കോരിയെടുക്കണം. വെട്ടി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. പെട്ടെന്ന് തന്നെ കോരിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഒരു കാരണവശാലും ഈ വെള്ളം തിളയ്ക്കാൻ പാടില്ല. നന്നായിട്ട് ആവി വരാൻ തുടങ്ങുമ്പോൾ ഓഫ് ചെയ്തിട്ട് ഇതുപോലെ മാറ്റി കൊടുക്കുക. ഇതുപോലെ വെള്ളം വാർന്നു പോകുന്ന ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓണാക്കി മറ്റൊരു പാത്രം വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത അതേ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. നല്ല വലിപ്പമുള്ള ഗ്ലാസ് ആണെങ്കിൽ ഒരു 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശം തിളയ്ക്കാറായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഇതിനിപ്പോൾ ഒന്ന് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം. നന്നായി വെട്ടിത്തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ വെള്ളം പൂർണ്ണമായിട്ട് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നന്നായി വെട്ടിത്തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം റെഡിയാണ്. ഈ ഒരു വെള്ളം തണുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചൂടോട് കൂടിയിട്ട് നമ്മൾ തയ്യാറാക്കരുത്. അതിനോടൊപ്പം തന്നെ ഈ ഒരു പാകത്തിന് വേണം നമ്മൾ നെല്ലിക്ക തയ്യാറാക്കി എടുക്കാൻ. വെന്തു പോയാൽ പിന്നെ തയ്യാറാക്കിയതിന് ശേഷം കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് നമ്മൾ നെല്ലിക്ക തിളപ്പിക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധയോടെ തിളപ്പിച്ചിട്ടെടുക്കണം. ഇനിയിപ്പം വെള്ളം തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം ഇപ്പം തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെല്ലിക്ക കുപ്പിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് നെല്ലിക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 3-4 പച്ചമുളക് അതിൻ്റെ മുകളിലേക്ക് ചേർക്കുക. വീണ്ടും അടുത്ത ബാച്ച് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. മുകളിലേക്ക് വീണ്ടും പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ബാക്കിയുള്ള നെല്ലിക്കയും കൂടെ ചേർത്തിട്ട് ബാക്കിയുള്ള പച്ചമുളകും കൂടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം നേരത്തെ തിളപ്പിച്ച്
ആറ്റി വെച്ചിരുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെല്ലിക്ക മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. അഥവാ കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ അല്പവും കൂടെ തിളപ്പിച്ചിട്ട് തണുത്തതിന് ശേഷം ഒഴിക്കാം. ഇനിയിപ്പം നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിലാണ് പണ്ടത്തെ കാലത്ത് തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. ഈ ഒരു രീതിയിൽ തയ്യാറാക്കുവാണെങ്കിൽ പനലാവുകയില്ല, നല്ലൊരു നാച്ചുറലായിട്ടുള്ള ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഒരു തവണ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിനോടൊപ്പം തന്നെ ലൈക്കും കൂടെ.